നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി കണ്ടു നോക്കിയാലോ. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ്. കടുക് താളിക്കാൻ മാത്രമാണ് ഗ്യാസിൻ്റെ ആവശ്യമായിട്ടുള്ളത്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ആവശ്യമുള്ളത് സാലഡ് കുക്കുംബർ, അതായത് നമ്മൾ സാലഡിനൊക്കെ എടുക്കുന്ന കുക്കുംബറാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ പിഞ്ച് കുക്കുംബർ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. 1 മുതൽ 2 കുക്കുംബർ വരെ ചേർക്കാം. 1/4 കപ്പ് നാളികേരം വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതിയാകും. പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം. തൈര് ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി കുറവുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ ചേർത്താൽ മതിയാകും. ഇത് കൂടാതെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. കുക്കുംബറിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തായിട്ട് മിക്സിയിട്ട് വലിയ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാകും. അടിച്ചെടുത്ത തൈര് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. തൈര് അടിച്ചെടുത്ത മിക്സി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ആ സെയിം മിക്സിലോട്ട് തന്നെ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ചേർക്കാതെയും ചെയ്യാം. നാളികേരം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. വളരെ കുറച്ച് അളവിൽ ഒരു 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക ചേർക്കുമ്പോൾ തോല് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തോല് കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലോട് കൂടി വേണമെങ്കിലും ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണം നിർബന്ധമില്ല. ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് 2 എണ്ണം ചേർത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ നല്ല ജീരകം, മല്ലിയില വളരെ കുറച്ച്, ഈ ഒരു അളവിൽ മതിയാകും. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടുതൽ ഒഴിക്കേണ്ട. 1/4 കപ്പിനെക്കാട്ടിയും കുറവ് വെള്ളം ചേർത്താൽ മതിയാകും. കുക്കുംബർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. കൂടെ തന്നെ ആവശ്യത്തിന് കൂടെ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് നേരത്തെ തൈര് ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മോരുകറിയുടെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഈ ഒരു അളവിനായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിൽ കുക്കുംബറും അതുപോലെ തന്നെ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ ദഹനത്തിനും വളരെ നല്ലതാണ്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. മാക്സിമം ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും ഇത് കറി തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്കിത് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ സാധാരണ താളിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സ്പെഷ്യൽ ചേരുവകളും കൂടെ ചേർത്തിട്ടാണ് താളിച്ച് ചേർക്കുന്നത്. ഇതിൽ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗ്യാസിൻ്റെ ആവശ്യമായിട്ടുള്ളത്. പാൻ വെച്ചെടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്. ഇത് സാധാരണ താളിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് 1/4 ടീസ്പൂൺ നല്ല ജീരകം. നമ്മൾ സാധാരണ താളിക്കുമ്പോൾ നല്ല ജീരകം ചേർക്കാറില്ല. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ചേർത്ത് നല്ല ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കില്ല. അങ്ങനെ താളിച്ച് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുക. ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. ഇനി 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ തയ്യാറാക്കുന്ന മോരുകറിനെക്കാട്ടിലും കുറച്ചൊരു വേറിട്ടൊരു ടേസ്റ്റാട്ടോ ഈ ഒരു കറിക്ക് ഉണ്ടാവുക. ചൂട് സമയത്ത് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കർണാടക സൈഡിലൊക്കെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ചുകറിയും അച്ചാറും മാത്രം മതി കേട്ടോ നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. മടിയുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.